ഇസ്ലാമിന്റെ 5 കാര്യങ്ങളിൽ ഒന്ന് സക്കാത്ത്. അതിന്റെ രീതിയും ശൈലിയുമൊക്കെ ഒന്ന് വേറെയാണ്. ഇതിലെല്ലാം ഇതെങ്ങനെയാണ് ആരാധനയാകുന്നത്? ആരാധനക്ക് അർഹൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. അത് പ്രഖ്യാപിക്കുന്നവൻ മറ്റൊരു കാര്യം അംഗീകരിച്ച് പ്രഖ്യാപിക്കണം. അള്ളാഹു ഏറ്റവും ബഹുമാനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യൻ അല്ല, അള്ളാഹു നിയോഗിച്ചയച്ച റസൂലാണ് എന്ന് വിശ്വസിച്ച് അംഗീകരിക്കണം. ഇതുണ്ടെങ്കിലേ നിസ്കാരം മുതൽ അങ്ങോട്ടുള്ള ഏത് കർമ്മവും ശരിയാവുള്ളൂ. അത് അംഗീകരിക്കാത്തവന് ഒന്നും ശരിയാവില്ല. ഇസ്ലാം കാര്യങ്ങളിലെ ഈ 5 കാര്യങ്ങളിൽ ഒന്നായ സക്കാത്ത്, അത് പടച്ചവൻ പറഞ്ഞതുപോലെ, പടച്ചവൻ പറഞ്ഞതിൽ നിന്ന് ലോകസത്താവായ പടച്ചവൻ നിർദ്ദേശിച്ചതുപോലെ അത് നിർവഹിക്കുമ്പോൾ മാത്രമേ അത് ആരാധനയാകുന്നുള്ളൂ, അല്ലെങ്കിൽ അത് നിഷ്ഫലമാണ്. അവിടെ നമ്മുടെ എളിയ ബുദ്ധി കൊണ്ട് ആലോചിച്ച് അതൊക്കെ ശരിപ്പെടുത്തി കളയാം എന്ന് വിചാരിച്ചാൽ സുഹൃത്തുക്കളെ, അവിടെ ആ ആരാധന തന്നെ ഉണ്ടാവില്ല. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറയാൻ, വെള്ളി ഒരു 595 ഗ്രാം ഉണ്ടാകുമ്പോൾ അതിന് സക്കാത്ത് കൊടുക്കണം. അതൊരു കൊല്ലം സൂക്ഷിച്ചാൽ അതിന് സക്കാത്ത് കൊടുക്കണം. അതിനൊരു 64,000 ഉറുപ്പികയോളമാണ് വില, വെള്ളി. എന്നാൽ സ്വർണം 85 ഗ്രാം സൂക്ഷിച്ചാൽ മാത്രമേ സക്കാത്ത് കൊടുക്കണം. അതിനെത്ര വില? അതിന് ഏകദേശം 7 ലക്ഷം ഉറുപ്പികയോളം വരും. ഇത് രണ്ടും ധനമല്ലേ? വെള്ളി സൂക്ഷിച്ചവൻ ഒരു 65,000 ഉറുപ്പികയുടെ അടുത്ത് വിലയുള്ള സാധനം സൂക്ഷിച്ചാൽ സക്കാത്ത് കൊടുക്കണം. അതേസമയം സ്വർണം സൂക്ഷിച്ചവൻ ഒരു 7 ലക്ഷത്തോളം ഒരു കൊല്ലം സൂക്ഷിച്ചാലേ, അത്ര വിലക്കുള്ളത് സൂക്ഷിച്ചാലേ കൊടുക്കണ്ടു. ഇതെങ്ങനെ നമ്മളെ യുക്തി കൊണ്ട് അളക്കുക? നമ്മുടെ യുക്തി കൊണ്ട് ആരാധനകളെ അളക്കാൻ കഴിയില്ല. അപ്പോഴേ അത് ആരാധനയാവും. പടച്ചവൻ പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുമ്പോഴാണ് ആരാധനയാകുന്നത്. രാവിലെ സുബ്ഹി നിസ്കാരം ക്ഷീണമൊന്നുമില്ലാത്ത സമയമാണ്, അത് 4 റക്അത്ത് നിസ്കരിച്ചാൽ ആരാധനയാവില്ല. ഉച്ചക്ക് നല്ല ജോലിയിലെടുത്ത് ക്ഷീണിച്ച സമയമാണ്, അപ്പൊ 4 റക്അത്ത് ളുഹർ നിസ്കരിക്കണം. അത് 2 നിസ്കരിച്ചാൽ ശരിയാവില്ല. ആരാധനയാകുന്നതിന് അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞ പോലെ ചെയ്യാം. അതിനാണ് ഈ ആരാധന എന്ന് പറയും. എന്താണോ ലോകസത്താവായ പടച്ചവൻ പറഞ്ഞതുപോലെ ചെയ്യാം. അപ്പോ നമ്മൾ അവിടെയൊക്കെ നമ്മുടെ യുക്തി കൊണ്ടുപോയി വെച്ചിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കാന്ന് വിചാരിച്ചാൽ, ഉദാഹരണത്തിന് നിസ്കാരത്തിൽ റുക്കൂ 1, സുജൂദ് 2, എളുപ്പമുള്ള സംഗതിയല്ലേ ഒന്നാക്കിയത്. അതെന്നാ പിന്നെ 2 ആക്കിയിട്ട് വിഷമമുള്ളത് 1 ആയിക്കൂടായിനോ? അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ആരാധനയാവൂല. അപ്പൊ പിന്നെ നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ യുക്തിയെയാണ്, പടച്ചവനെ അല്ല. യുക്തിയെ ആരാധിക്കുന്നവൻ മുസ്ലിം അല്ല. അങ്ങനെ യുക്തിയെയും തടീച്ചയെയും ആരാധിക്കുന്നവനല്ല മുസ്ലിം. അവൻ വിശ്വസിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ആരാധനക്ക് അർഹനില്ലാന്ന്, അല്ലാതെ യുക്തിയില്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നല്ല മുസ്ലിമിന്റെ വിശ്വാസം. അപ്പൊ നമുക്ക് അടിസ്ഥാനപരമായ ചില അറിവുകൾ സർവ മുസ്ലിമീങ്ങൾക്കും ആവശ്യമുണ്ട്. അതില്ലാതിരിക്കുമ്പോൾ വഴിതെറ്റിപ്പോകും. അതിൽപ്പെട്ടതാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം. ഇനി ഒരു ഉദാഹരണം കൂടി പറയാം. സക്കാത്തിൽ തന്നെ 40 ആടുകളുള്ളവൻ ഒരാട്ടിനെ സക്കാത്ത് കൊടുക്കണം. എന്നാൽ 120 ആടുള്ളവനും ഒറ്റ ആട് കൊടുത്താൽ മതി. 121 ഉണ്ടാകുമ്പോൾ 2 എണ്ണം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന അങ്ങനെയാണ്. പിന്നെ നമ്മൾക്ക് എങ്ങനെ 40-1 120-3 കൊടുക്കണമെന്നല്ലേ നമ്മളെ യുക്തി പറയാൻ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അങ്ങനെയല്ല. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കണം. അള്ളാഹ് പറഞ്ഞേച്ച ആളാണ് എന്ന് വിശ്വസിക്കണം.
അവർ റസൂലുള്ള പറഞ്ഞ പോലെ കാര്യം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും വേണം. അപ്പോഴേ മുസ്ലിം ആവുള്ളൂ. ഇതുപോലെ ധാരാളം ഉണ്ട്. ഇനി 200 ആടുണ്ടെങ്കിൽ എത്ര കൊടുക്കണം? 2 എണ്ണം കൊടുത്താൽ. നമ്മളെ കണക്കിന് 40 200-ന് 5 എണ്ണം കൊടുക്കണ്ടേ? ഇല്ല, അങ്ങനെയില്ല. ഇസ്ലാമിൽ അങ്ങനെയില്ല. അപ്പം ഇനി അങ്ങോട്ട് കൂടുതൽ ആടുകൾ ഉണ്ടെങ്കിലോ ഓരോ 100-നും ഓരോ ആട് കൊടുത്താൽ മതി. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ യുക്തി കൊണ്ട് മതത്തെ അളക്കാൻ കഴിയില്ല. മതം എന്ന് പറയുന്നത് അത് പടച്ചവൻ ഉണ്ട് എന്നത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവൻ പറഞ്ഞേച്ച ആളാണ് എന്നതും ധാരാളം ബുദ്ധിപരമായും പ്രമാണികമായും തെളിയിക്കാൻ കഴിയും. അള്ളയും റസൂലും ഒരാൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ അള്ളാഹും റസൂലും എന്തു പറയുന്നു അതുപോലെ നടക്കുന്നതിനാണ് മുസ്ലിം എന്ന് പറയുന്നത്. അതിലപ്പുറം അവിടെ യുക്തിക്ക് സ്ഥാനം ഇല്ല. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചവരെ. വിശ്വസിക്കാത്തവരോട് പറച്ചിലില്ല. വിശ്വസിച്ചവരെ, അത്തീഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം. വഅതീഉർ റസൂൽ, അള്ളാഹു പറഞ്ഞേച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കണം. വലാ തുബ്തിലൂ അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ നിഷ്ഫലമാക്കരുത്. സൂറത്ത് മുഹമ്മദ് 33-ാമത്തെ ആയത്താണ്. അപ്പൊ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് പ്രവർത്തിക്കണം. അതിനപ്പുറം നമ്മളെ യുക്തി കൊണ്ട് അതൊക്കെ മാറ്റിമറിക്കാമെന്ന് തോന്നിയാൽ അത് ഇസ്ലാമല്ല. ഇത് മുസ്ലിമീങ്ങൾ ആദ്യമായി പഠിച്ചു വെക്കേണ്ട ഒരു ആശയമാണ്.